നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ചാ വിഷയമാക്കുന്ന പ്രതിപാദിക്കുന്ന ദിനം 1201 മേടമാസം 18-ാം തീയതി, അതായത് 2026 മെയ് മാസം 1-ാം തീയതി. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. എല്ലാ പ്രിയപ്പെട്ട തൊഴിലാളികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ ദിനവും ഒരു ശുഭ ദിനമാണ്, വെള്ളിയാഴ്ചയാണ്. ശുഭഗ്രഹമാകുന്നു ശുക്രൻ. ആ ശുക്രൻ്റെ ദിനമാകുന്നു വെള്ളിയാഴ്ച സാധാരണ രീതിയിൽ നാൽക്കാലികളും ഗർഭിണികളും യാത്ര ചെയ്യാൻ പാടില്ലാത്ത ദിനമാണ്. വിശേഷ സ്ത്രീകളും വെള്ളിയാഴ്ച യാത്ര ചെയ്യാൻ ആചാര്യന്മാർ അത്ര നിർദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:10 അസ്തമയം വൈകിട്ട് 6:33 ഇന്നത്തെ തിഥി പൗർണമി തിഥിയാണ്. ചന്ദ്രൻ പൂർണ്ണ ബലവാനായി നിൽക്കുന്ന ദിനമാണ്. അതിനാൽ നല്ല ശുഭദിനമാണ്, നല്ല തിഥിയാണ് പൗർണമി. നക്ഷത്രമോ നല്ല നക്ഷത്രമാണ്, ചോതി നക്ഷത്രമാണ്. വെളുത്ത പക്ഷത്തിലെ ചോതി വളരെ ഗുണമാണ്. പൗർണമിയിലെ ചോതി വളരെയധികം പ്രഭാവം ഒരു വ്യക്തിക്ക് നൽകും. ഇന്ന് ജനിക്കുന്ന കുട്ടിക്കൊക്കെ വളരെയധികം സവിശേഷതകൾ ഉണ്ടാകും. സ്വാത്യാം സാഗരശുക്തിപതിതം തൻ മൗക്തികം ജായത എന്നാണ് പ്രമാണം. ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് അനർഘ്യമായ മുത്തായി മാറുന്നത്. ഇന്നത്തെ കരണം രാവിലെ 10:05 വരെ വിഷ്ടികരണമാണ്. അതിനാൽ 10:05 വരെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശോഭയുണ്ടാകില്ല. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നാശമുണ്ടാക്കുന്നു. പക്ഷേ 10:05 മുതൽ പിന്നെ വരുന്നത് സിദ്ധിനാമ കരണവുമാണ്. അത് വളരെ ഗുണമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഏറ്റവും നല്ലത് സർപ്പക്ഷേത്ര ദർശനമാണ്. നാഗയക്ഷി സങ്കേതങ്ങളിൽ അല്ലെങ്കിൽ സർപ്പസങ്കേതങ്ങളിൽ ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ കേരളത്തിലെ വെളിയിലുള്ളവർക്ക് എന്ത് ചെയ്യാം? നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന വഴിപാടായി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്നാകുന്നു. അതിനുമപ്പുറം ഇന്ന് ഏറ്റവും നല്ല ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉച്ചസമയം 1:30 മുതൽ 3 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയം വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.